ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പരസ്പരം എന്തോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളിൽ വരാതിരിക്കുന്നത്. ആ ഒരു ഈഗോ കാരണം ഈ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്, വാശിക്കാരനാണ് അല്ലെങ്കിൽ വാശിക്കാരിയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തോ വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. ആളിപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ്. എങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ആൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മനസ്സിൽ നിങ്ങളടുത്ത് വരണമെന്നൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഈഗോ സമ്മതിക്കുന്നില്ല വരാനായിട്ട്. ഇവിടെ ഹൈ പ്രീഷ്യസ് ആണ്. അതായത് നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് നിങ്ങളടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്. എന്നാൽ നിങ്ങളെ അത്രത്തോളം എന്താ പറയുക, ആൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും ഒരു വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെന്നാണ് ഈ വ്യക്തി മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. പക്ഷേ അതേ സ്പോട്ടിൽ തന്നെ ആൾക്ക് ചിലതൊന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ലഭിച്ചത് തന്നെ ആളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ് ആൾക്ക്. അത്രത്തോളം ഇഷ്ടവും സ്നേഹമൊക്കെ നിങ്ങളടുത്തുണ്ട് ആൾക്ക്. പക്ഷേ ഇടയ്ക്ക് നിങ്ങളെ ചില സ്വഭാവം ആൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതായത് ചില നേരത്ത് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം, എന്തൊക്കെയോ തരത്തിൽ ആൾക്കതൊരു ഭയങ്കര അത് ചിന്തിക്കുന്ന സമയത്ത് ആൾക്കതൊരു ഭയങ്കര എന്തൊക്കെയോ ഇതാവുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഒരിക്കലും നിങ്ങളെ ആൾക്ക് നഷ്ടപ്പെടുത്താനും വയ്യ. എന്നാൽ നിങ്ങളെ ചില സാഹചര്യത്തിൽ മാത്രം അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്. അതിൻ്റെ ചൊല്ലിയായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്ക് ഉണ്ടാകുന്നത്. പലതും ചില നേരത്ത് നിങ്ങളടുത്ത് നല്ല പോലെ ഈ വ്യക്തി സംസാരിക്കും, മണിക്കൂറുകളോളം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ചില നേരത്ത് നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് വഴക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുന്നതൊന്നും ഈ വ്യക്തിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ആൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കി പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാവാം. അങ്ങനെയുള്ള തരത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ തമ്മിൽ. പക്ഷെ ആൾക്ക് എന്ത് നിങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയെടുത്ത് നിങ്ങളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊട്ടും മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് ആൾ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നതും, നിങ്ങളെ തന്നെയാണ് ആൾക്കത് വേണ്ടതും. ഇപ്പോഴും ആൾ ചിന്തിക്കുന്നതും നിങ്ങൾ ആ വ്യക്തിയുടെ ഭാഗ്യം തന്നെയാണ്. ഇതാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നിങ്ങളെ നല്ല പോലെ മനസ്സിലാക്കുന്നുണ്ട് ആൾ. നിങ്ങളടുത്ത് ചില സമയത്ത് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി എബ്രോഡുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളടുത്ത്. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആൾ വിട്ട് നിൽക്കുന്നത്
നിങ്ങൾക്ക് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം ആൾ ഈ സമയത്ത് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്കത് ഭയങ്കരം ഫീലാവുന്നുണ്ട്. ആൾ ഇപ്പോൾ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ടവറാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തോ ഒരു വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്. ഈ ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തോ ഒരു നിങ്ങളുടെ കണക്ഷനിൽ തന്നെ എന്തോ ഒരു തകർച്ച വന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കത്തിൻ്റെതാവാം, അങ്ങനെ എന്തോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അങ്ങനെ എന്തോ ഒരു തകർച്ച നിങ്ങളുടെ ബന്ധത്തിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടെമ്പറൻസ് ആണ്. അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളടുത്ത് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. വലിയ രീതിയിൽ ആളിങ്ങനെ എല്ലാം മനസ്സിൽ, നിങ്ങളോടുള്ള സ്നേഹം പോലും ഈ സമയത്ത് ആൾ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക, മനസ്സിലാണ് ഉള്ളത്. നിങ്ങളടുത്ത് വലിയ രീതിയിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈഗോ പിടിച്ച് നിൽക്കുന്ന, ആദ്യം തന്നെ കിട്ടിയ കാർഡ് അതാണ്. അപ്പം നിങ്ങളോടുള്ള ഒരു പിണക്കത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങളെന്തോ ആ വ്യക്തിയെടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ആ വ്യക്തി അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളടുത്ത് ഒന്നിനും ആൾ ഇപ്പോൾ വരുന്നുണ്ടാവില്ല. പക്ഷെ മനസ്സിലാണെങ്കിൽ ഇതൊക്കെ നിങ്ങളടുത്ത് കാണിക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം, ഒരുപാട് നിങ്ങൾക്ക് ഒത്തിരിയേറെ നിങ്ങളെ സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആളിതൊന്നും കാണിക്കാതെ ആളെല്ലാം ഉള്ളിൽ ഒതുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിനാൻസിൻ്റെതായ, അതായത് ക്യാഷിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഈ വ്യക്തിയുടെ പെരുമാറ്റമായിരിക്കാം. അങ്ങനെ എന്തോ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഒരു പൈസയുടെ എന്തോ പ്രശ്നം നിങ്ങൾ തമ്മിൽ നടന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ കിങ് ഓഫ് ഷൂട്ട്സിൻ്റെ എനർജിയാണ്. ഈ വ്യക്തി ചിലതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചില തീരുമാനിച്ച് ഉറപ്പിച്ചൊരു ചിലതൊക്കെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. അവർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷനൊന്നും ഇല്ലെങ്കിൽ, ഒരു സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ, അതിലൊരു ചേഞ്ച്, അതിലൊരു മാറ്റം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതാണ് കാണുന്നത്. തീർച്ചയായിട്ടും യേസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈ വ്യക്തി ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത്. ഇപ്പോൾ ആളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരും, അതിലൊരു ആക്ഷൻ എടുക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അത്രത്തോളം ആ വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങൾ ഫാമിലിനെ, ആ സ്ഥാനമാണ് നിങ്ങൾക്ക് ആ വ്യക്തി തന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ ഫാമിലി പോലെയാണ് ആ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി പോലെ തന്നെയാണ് ആ വ്യക്തി. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ആ വ്യക്തിയുടെ അടുത്ത് മോശപ്രവൃത്തി ചെയ്താലും ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചിലതൊക്കെ പൊറുക്കാൻ പറ്റാത്ത, അതായത് നിങ്ങളുടെ ചില പ്രവൃത്തികൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാതുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളെ മറക്കാനോ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആൾക്ക് ഒരു ഈഗോ ഉണ്ട്, താഴ്ന്നു കൊടുക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് ആൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ മനസ്സുകൊണ്ട് ആൾ ഇപ്പോഴും നിങ്ങളുമൊത്ത് ആണ്. ആളുടെ ലൈഫ് പോലും ആൾ ചിന്തിക്കുന്നത് നിങ്ങളാണ് ആ വ്യക്തിയുടെ. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തുള്ള ആ ഒരു മാരേജാണ്, നിങ്ങളുമൊത്തുള്ള ആ ഒരു മുന്നോട്ട് പോക്കൊക്കെ നിങ്ങളുമൊത്തായിരിക്കണം. ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവർക്കായാലും ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അത്തരം ഒരു വൈഫായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുമൊത്ത് നിങ്ങളെ ഫാമിലി പോലെ കാണുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പഴയ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നൊരു വ്യക്തിയായിരിക്കണം ഈ വ്യക്തി. അല്ലെങ്കിൽ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തയാണിപ്പോൾ കൂടുതലും. ആൾ നിങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ചിന്തിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആൾക്കിപ്പോഴും ആ പഴയ നിങ്ങളെയാണ് ആളിപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ നിങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ നിന്നൊരു വ്യക്തിയായിരിക്കണം. എന്തോ ഒരു തകർച്ചയാണ് നിങ്ങൾ തമ്മിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ എന്തോ വാക്കുകൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടാവാം. അതാണ് ആ വ്യക്തി ഇപ്പോൾ കൂടുതൽ നിങ്ങളിലേക്ക് വരാതെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ആക്ഷൻ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നതും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ഫാമിലി ആയിട്ടാണ് എന്നാണ് കാണുന്നത്. നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം, ഇതെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കരം നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ആൾ. അതേപോലെ ഭയങ്കര നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് ഭയങ്കര നിങ്ങളോട് ഒത്തിരി സ്നേഹമാണ് ഈ സമയത്ത് കേട്ടോ. നിങ്ങളെ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അവരുടെ മനസ്സിലിപ്പോൾ അത്രത്തോളം സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. അത് നിങ്ങളടുത്ത് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും ശരി, ആ വ്യക്തി ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ഇതിലാണ് ആ വ്യക്തി ഉള്ളത്. അത്രത്തോളം സ്നേഹം ഈ സമയത്ത് നിങ്ങളടുത്തുണ്ട് കേട്ടോ ആ വ്യക്തിക്ക്. കണ്ടോ, 2 കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തി പാർട്ട്ണറായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മറ്റൊരു ജീവിതമില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പകരമായിട്ട് ആ വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ തമ്മിൽ ശരിക്കും പിണക്കാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു വാക്ക് തർക്കം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അങ്ങനെ എന്തോ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു വാക്ക് തർക്കം തന്നെയാണ് കാണുന്നത്. എന്തൊക്കെയോ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ എന്തോ നിങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ സംശയം, അതാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ പ്രവൃത്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ചില പ്രവൃത്തി വ്യക്തിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ആവാം കേട്ടോ അത്. എങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ ഒറ്റരാക്കിയ സ്ഥാനമുള്ളൂ അത് നിങ്ങൾക്കാണെന്നുള്ളത് നമുക്കിവിടെ തെളിഞ്ഞില്ലേ. കാരണം അത്രത്തോളം സ്നേഹമാണ് നിങ്ങളടുത്ത് ആ വ്യക്തിക്ക്. നിങ്ങൾ ഒരാൾക്ക് മാത്രമേ, കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഒറ്റരാക്കിയ സ്ഥാനമില്ല, അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്നാണ് ഇവിടെ കാണുന്നത്. മറ്റാർക്കും അത് നിങ്ങൾക്ക് പകരം വെക്കാൻ ആളെയും ആ വ്യക്തിക്ക് സാധിക്കില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. സ്റ്റാർ എനർജി, ഇത് കാർഡ്സ് കാണിക്കാൻ പാടില്ല, എല്ലാം നല്ല കാർഡാണ് കണ്ടോ. ഇത് സ്റ്റാർ എനർജിയാണ്. നിങ്ങളെ അത്രയ്ക്ക് ഈ സമയത്ത് അവർക്ക് നിങ്ങളടുത്ത് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമൊത്ത് അവർ കാണുന്നതിനൊരു സ്റ്റാറിനെ പോലെയാണ്. അവർക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. കൂടാതെ നിങ്ങളുമൊത്ത് അവർക്കൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇതൊരു റിയൂണിയനൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന സമയമാണ്, ഒരു മാരേജ് റിയൂണിയൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവർക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളുമൊത്ത് വേണമെന്നും അവർ ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാം കൊണ്ടും അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നമ്മൾ എടുത്തു. ഇതിൽ പരം നമുക്ക് ഈ 3 കാർഡ്സിലും നമ്മൾക്ക് കണ്ടില്ലേ, ഇതിൽ പരം നമുക്ക് ഇനിയൊരു കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു തരത്തിൽ സ്റ്റാർ എനർജി കിട്ടി, അതുപോലെ 2 ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടി, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടി. കാരണം അത്രത്തോളം നിങ്ങളെ വിലമതിക്കുന്നുണ്ട് ആൾ, അത്രത്തോളം ഫീലിങ്സ് ഉണ്ട്, അത്രത്തോളം ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങളടുത്ത് കുറേ സംസാരിക്കണമെന്ന് പോലും ഈ സമയത്ത് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരിയേറെ നിങ്ങൾ ചില സാഹചര്യത്തിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ
അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പിണക്കെല്ലാം മാറി നിങ്ങൾ വീണ്ടും ആ ഒരു റിയൂണിയനൊക്കെ പോസിബിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റീകൺസിലേഷൻ പോസിബിളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് നമുക്ക് കാർഡ്സ് പ്രകാരം കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം. ലെറ്റർ ഐ ആണ്. മലപ്പുറം. ലെറ്റർ ബി ആണ്. മകം നക്ഷത്രം. ബ്ലൂ കളർ. എസ് ആണ് ലെറ്റർ. വൈറ്റ് കളർ. പത്തനംതിട്ട. തിരുവാതിര. കൊല്ലം. ബ്ലാക്ക് കളർ. യു ആണ് ലെറ്റർ യു. ലെറ്റർ എക്സ് ആണ്. ലെറ്റർ എച്ച്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പാലക്കാട്. എബ്രോഡ്. ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ലെറ്റർ ഇ ആണ്. ഫെബ്രുവരി. മൂലം നക്ഷത്രം. ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ. ജൂൺ മാസം. ജൂലൈ. സോഷ്യൽ വർക്കർ ആയിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ടാവും. പൂയം നക്ഷത്രം. ഇടുക്കി. ജനുവരി. ക്യൂ ആണ് ലെറ്റർ ക്യൂ. ലെറ്റർ എ. ലെറ്റർ വൈ. മാരേജ് നടക്കും നിങ്ങൾ തമ്മിൽ. 22, 46, 31, 24, 26, 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി ഉണ്ട് 38. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷനാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി തിരിച്ച് വരും. ആ വ്യക്തി ആക്ഷൻ എടുക്കും നിങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നല്ല ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഒരാളെയാണ് ആ വ്യക്തി പാർട്ട്ണറായിട്ട് കാണുന്നത്. മറ്റൊരാളെയും നിങ്ങൾക്ക് പകരം വയ്ക്കാൻ പറ്റില്ല എന്നാണ് കാർഡ്സ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം. താങ്ക്